വളരെ മോശമായി പോയി. ആ കുട്ടി ആരാണ് എന്താണ് എന്ന് അറിഞ്ഞെങ്കിൽ നിങ്ങൾ ഇതുപോലെ ഒരു വാക്ക് പറയില്ല, നിങ്ങൾ ഒരു അക്ഷരം പിരിയാടില്ല. നിങ്ങൾക്ക് ഈ കുട്ടിയെ കുറ്റം പറയുവാനായിട്ട് നിങ്ങൾക്ക് യാതൊരു സങ്കോചവും തോന്നില്ലേ മനുഷ്യരെ? അത് പുറം രാജ്യത്ത് പോയി പഠിച്ച വന്ന ഒരു പെൺകുട്ടിയാണ്. ആ കുട്ടി ഇത്രയെങ്കിലും മലയാളം സംസാരിക്കുന്നല്ലോ എന്ന് കരുതുക. ഇക്കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം നമ്മൾ കേട്ട കാര്യമാണ് മോഹൻലാലിന്റെ മകളായ വിസ്മയ മോഹൻലാലിനെ ഒരുപാട് പേര് വിമർശിക്കുന്നതും അവരെ കുറ്റപ്പെടുത്തുന്നതും ഒക്കെ നമ്മൾ കേൾക്കുവാനിടയായി. സത്യത്തിൽ നമുക്കിത് ചിന്തിക്കുമ്പോൾ മനസ്സിലാകുന്ന കാര്യങ്ങൾ എന്താണ് ആ കുട്ടിയെക്കുറിച്ച് ഇത്രയധികം വിമർശിക്കാതിരിക്കുന്നത്? ഈ മോഹൻലാലിന്റെ കുടുംബം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, കാലങ്ങളായിട്ട്, അതായത് വർഷങ്ങൾക്ക് ഒരുപാട് മുമ്പ് തന്നെ അവരെല്ലാവരും ഫാമിലി ആയിട്ട് തന്നെ ഈ സിനിമ ഫീൽഡിൽ ഉള്ള ആൾക്കാർ തന്നെയാണ്. ഈ പെൺകുട്ടി, ഈ മോഹൻലാലിന്റെ മകളായ വിസ്മയ അഭിനയ രംഗത്തേക്ക്, അതായത് തുടക്കം എന്ന് പറയുന്ന ഒരു സിനിമയിലൂടെയാണ് ഈ പെൺകുട്ടി കലാരംഗങ്ങളിലേക്ക് അല്ലെങ്കിൽ സിനിമാ ഫീൽഡിലേക്ക് വരുന്നതെന്നെല്ലാം നമ്മൾ കണ്ടതാണ്. അപ്പോൾ ആദ്യമായിട്ടൊരു പെൺകുട്ടി അല്ലെങ്കിൽ മോഹൻലാൽ, അതായത് നമ്മളെല്ലാവരും ഏറെ ഇഷ്ടപ്പെടുന്ന ഈ ലാലേട്ടന്റെ മകളായ വിസ്മയെ എന്താണ് ഇത്രയും അധികം കുറ്റപ്പെടുത്താണ്ടിരിക്കുന്നത്? നിങ്ങളൊക്കെ ഭയങ്കര കുറ്റപ്പെടുത്തൽ കേട്ടല്ലോ. നിങ്ങൾക്ക് നാണമില്ലേ മനുഷ്യരെ ഇത്രയധികം ഒരു പെൺകുട്ടിയോട് ടോർച്ചർ ചെയ്യാനായിട്ട്? ആ പെൺകുട്ടി ഒരു സിനിമയിലേക്ക് വന്നിരിക്കുന്നു, അതും ലാലേട്ടൻ, നമ്മളെല്ലാവരും ഇഷ്ടപ്പെടുന്ന, കേരളക്കരയാകെ മൊത്തം ഇഷ്ടപ്പെടുന്ന ലാലേട്ടന്റെ മകളായ വിസ്മയ ഒരു പടത്തിൽ അഭിനയിക്കുന്നു എന്ന് പറയുമ്പോൾ ഇത്രയധികം കുറ്റപ്പെടുത്താനുണ്ടോ? ആ പെൺകുട്ടി സ്റ്റേജിൽ വന്ന് ഇത് കുറെ ആൾക്കാർ കുറച്ച് നെഗറ്റീവ് കമന്റുകളെ കണ്ടു. ഈ നെഗറ്റീവ് കമന്റുകളൊക്കെ വന്നിരുന്ന് ചുമ്മാ ഈ ഒരു തൊഴിലില്ലാതെ പറയുന്ന പോലെയല്ല. ഇവരൊക്കെ നമ്മളെല്ലാവരും ആദരിക്കുന്ന, നമ്മളെല്ലാവരും ബഹുമാനിക്കുന്ന, നമ്മളെല്ലാവരും റെസ്പെക്ട് കൊടുക്കുന്ന, ആരാധിക്കുന്ന ഒരു കുടുംബം തന്നെയാണ് ലാലേട്ടന്റെ കുടുംബം. ലാലേട്ടന്റെ കുടുംബം എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ലാലേട്ടൻ വില്ലൻ റോളുകളിലും അതുപോലെ നായക വേഷത്തിൽ തന്നെ തുടങ്ങുന്ന സിനിമ നമുക്കെല്ലാവർക്കും അത് ഓർമ്മിച്ചിരിക്കാൻ മാത്രമുള്ള കഥാപാത്രങ്ങളെ നൽകിക്കൊണ്ടുള്ള വളരെ നല്ല നല്ല സന്ദേശങ്ങൾ നൽകിക്കൊണ്ടുള്ള മോഹൻലാലിന്റെ പടങ്ങൾ എല്ലാവരും നമ്മുടെ മനസ്സിൽ മായാതെ മറയാതെ മങ്ങാതെ നിലനിൽക്കുന്ന ഈ വേളയില് ലാലേട്ടന്റെ മകൾ സിനിമയിലേക്ക് വരുമ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ആ കുട്ടിക്ക് വേണ്ട സപ്പോർട്ടല്ലേ കൊടുക്കേണ്ടത്? ഈ വിമർശിക്കുമ്പോൾ എല്ലാ കാര്യങ്ങളും ഇങ്ങനെ പറഞ്ഞ് വിമർശിക്കുന്നത് എന്താണ്? നിങ്ങളുടെയൊക്കെ കുറവ് എന്താണ്? നിങ്ങൾക്കൊക്കെ എന്തോ കുറവുണ്ട്. അല്ലെങ്കിൽ പിന്നെ ഒരു കാര്യവുമില്ലാതെ ഒരു പെൺകുട്ടിയെ തേജോവധം ചെയ്യാൻ വരില്ല. അങ്ങനെയല്ലേ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കത്തുള്ളൂ. ഈ ലാലേട്ടന്റെ കുടുംബം, സുചിത്രയാണെങ്കിൽ നമുക്കറിയാം, സുചിത്ര എന്ന് പറയുന്ന ലാലേട്ടന്റെ ഭാര്യ ബാലാജിയുടെ മകളാണ്. സിനിമാ നിർമ്മാതാവായ ബാലാജിയുടെ മകളാണ് ഈ സുചിത്ര. ഈ സുചിത്രയുടെ കുടുംബം എന്ന് പറയുന്നത്, സുചിത്ര തന്നെ ജനിക്കുന്നതിന് മുമ്പ് തന്നെ, സുചിത്ര ഈ ജനിച്ചപ്പോൾ മുതൽ സിനിമാ ഫീൽഡ് കണ്ടുകൊണ്ടാണ് സിനിമയിലുള്ള ഓരോ കാര്യങ്ങളും അറിഞ്ഞു വന്ന ആൾക്കാർ തന്നെയാണ് ഈ ലാലേട്ടന്റെ കുടുംബം. ലാലേട്ടനാണെങ്കിൽ തന്നെ 17-ാം വയസ്സിൽ അഭിനയ രംഗത്തേക്ക് വരുന്നതാണെന്നാണ് ലാലേട്ടൻ പറഞ്ഞത് നമുക്ക് എല്ലാവർക്കും അറിയാം, അല്ലെ? നമുക്ക് ലാലേട്ടനെയൊക്കെ എത്രയധികം ഇഷ്ടപ്പെടുന്നു. ലാലേട്ടന്റെ ഡയലോഗുകൾ അല്ലെങ്കിൽ ലാലേട്ടന്റെ സിനിമ, ആ കഥാപാത്രങ്ങൾ നമുക്ക് തരുന്ന സന്ദേശങ്ങൾ, ഇതൊക്കെ നമുക്ക് മനസ്സിൽ നിന്ന് ഒരിക്കലും ആയില്ല എന്നുള്ളതാണ്. അപ്പൊ അത്രയധികം വലിയ ഒരു ഫാമിലിയിലുള്ള ഈ പെൺകുട്ടിയെ കുറ്റം പറയാൻ മാത്രം നിങ്ങൾ ആരും വളർന്നിട്ടില്ല. മനസ്സിലായോ? നിങ്ങൾക്ക് ഈ കുട്ടിയെ കുറ്റം പറയുവാനായിട്ട് നിങ്ങൾക്ക് യാതൊരു സങ്കോചവും തോന്നില്ലേ മനുഷ്യരെ? അതായത് ഈ കുട്ടി ആ സ്റ്റേജിൽ വന്ന് സഭാകമ്പം എന്നൊക്കെ പറഞ്ഞിട്ട് അപമാനിക്കേണ്ട കാര്യമൊന്നുമില്ല. നിങ്ങൾ ഇങ്ങനെ എന്ന് പറയുമ്പോ സഭാകമ്പം ആണെങ്കിൽ ഇല്ല, നിങ്ങളൊന്ന് പറഞ്ഞു കാണിച്ചേ. ആ കുട്ടി വളരെ വിദ്യാഭ്യാസമുള്ള കുട്ടിയാണ്. അതിന്റേതായി റെസ്പെക്ട് കൊടുക്കാൻ പഠിക്കണം. ചുമ്മാ ഇങ്ങനെ വന്നിരുന്ന് കമന്റ് കുറച്ച് പാസ്സാക്കിയിട്ടൊന്നും യാതൊരു കാര്യമില്ല, ബഹുമാനം കിട്ടത്തില്ല. ആ കുട്ടിക്ക് കൊടുക്കുന്ന ബഹുമാനം നിങ്ങൾ എല്ലാവരും കണ്ടതല്ലേ? ഈ നെഗറ്റീവ് കമന്റ് പറയുന്ന ആൾക്കാരും കണ്ടു കാണുമല്ലോ. ആ കുട്ടിയോട് എത്രമാത്രം റെസ്പെക്റ്റോട് കൂടിയാണ് വിവരമുള്ളവർ അവിടെ എടുത്തു പറയണം. വിവരമുള്ളവും വിദ്യാഭ്യാസമുള്ള ആൾക്കാരും ആ കുട്ടിയെ എത്രമാത്രം ചേർത്ത് പിടിക്കുന്നുവെന്ന് നമ്മൾ കാണുന്നതാണ്. ആ സ്റ്റേജിൽ തന്നെ നമുക്ക് കാണാം. എത്രയോ പേരാണ് ആ കുട്ടിയെ ആശംസകൾ കൊടുക്കുന്നത്, എത്രയോ പേരാണ് കൺഗ്രാറ്റ്സ് പറയുന്നത്. പുതിയ പടം, അത് ആ കുട്ടിയുടെ പുതിയ തുടക്കമാണ്. ആ തുടക്കം എന്ന് പറയുന്ന ആ സിനിമയുടെ പേര് തന്നെ തുടക്കം എന്നാണ്. ആ ഒരു വാക്കിലെല്ലാം അടങ്ങിയിട്ടുണ്ട്. തുടക്കം എന്ന് പറയുമ്പോൾ ഒരാളുടെ തുടക്കത്തിനെ നമ്മൾ അത് പോസിറ്റീവായിട്ടാണ് എടുക്കേണ്ടത്. ആ കുട്ടി പറഞ്ഞ ഓരോ ഡയലോഗും ശരിയല്ലേ? പറഞ്ഞ എല്ലാ കാര്യങ്ങളും സത്യമാണ്, കറക്റ്റ് കാര്യങ്ങളാണ്, യാഥാർത്ഥ്യങ്ങളാണ് ആ കുട്ടി വന്ന് പറഞ്ഞിരിക്കുന്നത്. ഓരോ കാര്യം, കുട്ടിയുടെ പേഴ്സണലായിട്ടുള്ള കാര്യമാണെങ്കിലും സിനിമ കാര്യമാണെങ്കിലും മറ്റൊരു സമരത്തെ കുറിച്ചാണെങ്കിലും എല്ലാം കറക്റ്റായി കാര്യങ്ങളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത് എന്തുകൊണ്ട് മനസ്സിലാക്കുന്നില്ല? നിങ്ങൾക്കൊക്കെ അവരെ കുറിച്ച് കൂടുതൽ നിങ്ങൾക്ക് അറിവില്ല എന്ന് തോന്നുന്നു. എനിക്ക് തോന്നുന്നത് ഈ നെഗറ്റീവ് കമന്റ് അടിച്ച ഓരോ ആൾക്കാരുടെയും എടുത്തു നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന കാര്യങ്ങൾ അവർക്കൊക്കെ യാതൊരു അറിവും ഇല്ലെന്നുള്ളതാണ്. എന്താണ് ഈ സമൂഹത്തിൽ നടക്കുന്നത്? ലാലേട്ടൻ ആരാണ്? ലാലേട്ടന്റെ ഫാമിലി ആരാണ്? ഈ കുട്ടി ആരാണ് എന്താണ് എന്ന് അറിഞ്ഞെങ്കിൽ നിങ്ങൾ ഇതുപോലെ ഒരു വാക്ക് പറയില്ല, നിങ്ങൾ ഒരു അക്ഷരം പിരിയാടില്ല. വളരെ മോശമായി പോയി. ആ കുട്ടിക്ക് നല്ലൊരു പ്രചോദനമായിട്ട് നിൽക്കേണ്ട, നിങ്ങൾ തന്നെ മാതൃകയായിട്ട് ആ കുട്ടിയെ കലാരംഗങ്ങളിലേക്ക് കൊണ്ടുവരേണ്ട, നമ്മൾ സപ്പോർട്ട് ചെയ്ത് പ്രേക്ഷകരായിട്ടുള്ള നമ്മളെല്ലാവരും ആ കുട്ടിക്ക് വേണ്ട സപ്പോർട്ട് കൊടുക്കുകയാണ് വേണ്ടത്. ആ കുട്ടി സ്റ്റേജിൽ മൈക്കിൽ പറഞ്ഞപ്പോൾ ഒരു അക്ഷരം മാറിപ്പോയെങ്കിൽ ആകാശമൊന്നും ഇടിഞ്ഞു വീഴുന്നില്ല. മനസ്സിലായോ നിങ്ങൾക്ക്? ആ കുട്ടി ഒരുപാട് പുറം രാജ്യത്ത് പോയി പഠിച്ച വന്ന ഒരു പെൺകുട്ടിയാണ്. ആ കുട്ടി ഇത്രയെങ്കിലും മലയാളം സംസാരിക്കുന്നല്ലോ എന്ന് കരുതുക. ആ കുട്ടിക്ക് വളരെ വിദ്യാഭ്യാസമുള്ള ഒരു കുട്ടിയാണ്. ലാലേട്ടൻ തന്നെ പല സ്റ്റേജിലും പറഞ്ഞിട്ടുണ്ട് വിസ്മയുടെ പ്രവർത്തന രംഗങ്ങൾ. അതായത് വിസ്മയ
പല പുറം രാജ്യങ്ങളിൽ പോയി പഠിച്ചിട്ട് വന്ന കുട്ടിയാണ്. അതുപോലെ തന്നെ പല കാര്യങ്ങളിലും കലാപരമായിട്ടുള്ള പല കഴിവും തെളിയിച്ചിട്ടുണ്ട്. കഥ എഴുതിയിട്ടുണ്ട്. എന്താണ് നല്ല ഒരു കഥാകൃത്താണ്. ചിത്രരചന ലാലേട്ടൻ തന്നെ അത് വന്ന് പറഞ്ഞിട്ടുണ്ട് പ്രേക്ഷകരോട്. നമ്മൾ സ്നേഹിക്കുന്ന ലാലേട്ടനെയും ഫാമിലിയെയും സ്നേഹിക്കുന്ന ഒരുപാട് ജനങ്ങൾ ആരാധകരുണ്ട്. അവരോടൊക്കെ ലാലേട്ടൻ വന്ന് വെളിപ്പെടുത്തിയിരിക്കുകയാണ് ഈ വിസ്മയയുടെ കഴിവുകൾ, കലാരംഗത്തുള്ള കഴിവുകൾ. അതായത് എന്താണ് ഒരുപാട് കാര്യങ്ങളിൽ ഈ വിസ്മയ ഒരുപാട് ടോപ്പാണ്. നല്ല നല്ല ചിത്രങ്ങൾ വരയ്ക്കുന്നു. ഇതിൽ ചിത്രങ്ങൾ വരയ്ക്കുന്നു. അവനെ കുട്ടികളെ പഠിപ്പിക്കുക വരെ ചെയ്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഒരു അധ്യാപക സ്ഥാനത്ത് തന്നെ നിൽക്കുന്ന ഒരു കുട്ടി തന്നെയാണ്. അതായത് ഈ മലയാളികൾക്ക് ഒരു ഇതുണ്ട്. ഈ നമ്മളൊരു മൈക്കിന്റെ മുമ്പിൽ നിൽക്കുമ്പോൾ, ആദ്യമായിട്ട് ഒരു കുട്ടി മൈക്കിന്റെ മുമ്പിൽ നിൽക്കുമ്പോൾ അവിടെ ഒരു അക്ഷരം മാറിപ്പോയി അല്ലെങ്കിൽ ഒരു അക്ഷരം പറയാൻ താമസിച്ചു എന്ന് പറഞ്ഞു ഇത്രമാത്രം കുറ്റപ്പെടുത്തേണ്ട കാര്യമൊന്നുമില്ല. നിങ്ങളെ യോഗ്യതയൊന്നുമില്ല. മനസ്സിലായോ പറഞ്ഞത്? വിസ്മയെ കുറിച്ച് പറയാനുള്ള അധികാരം എന്താണ് നിങ്ങൾക്ക്? ഇത് ആരാണ് നിങ്ങൾക്ക് ഇതിനുള്ള ലൈസൻസ് തന്നത്? ലാലേട്ടന്റെ മകൾ വിസ്മയ മോഹൻലാൽ, പ്രണവാണെങ്കിൽ തന്നെ പറയാം, പല പടങ്ങളിലും അഭിനയിച്ചു. പ്രണവിനേക്ക് ഒരുപാട് ഇഷ്ടപ്പെടുന്ന ജനങ്ങളാണുള്ളത്. സുചിത്ര നല്ലൊരു ഭാര്യയാണ്. കുടുംബത്തെ മാതൃകാപരമായിട്ടുള്ള പ്രവർത്തനം, കുട്ടികളെയും ഭർത്താവിനെയും ചേർത്ത് പിടിച്ചുകൊണ്ടുള്ള കുടുംബാംഗങ്ങളെ എല്ലാവരെയും, സഹോദരങ്ങളുടെ കാര്യമൊക്കെ പറയുന്നുണ്ട്, അച്ഛന്റെ കാര്യം, എല്ലാ കാര്യങ്ങളും യാതൊരു നെഗറ്റീവും കാണാൻ കഴിയാത്ത ഒരു കുടുംബമാണ് ലാലേട്ടന്റേത്. അത് ഇതിനു മുമ്പും തെളിയിച്ചിട്ടാണ്. ആരാധകരുടെ എണ്ണം നമുക്ക് നോക്കുമ്പോൾ മനസ്സിലാവുന്നതാണ്. ഇതൊക്കെ സെർച്ച് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നതാണ്. ഇതിനൊന്നും കഴിവില്ലാത്ത, യാതൊരു വിധത്തിൽ ഇതൊന്നും റിസർച്ച് ചെയ്തൊരു കാര്യം പോലും മനസ്സിലാക്കാൻ കഴിവില്ലാത്ത ആൾക്കാരാണ് വിമർശിക്കുന്നത് എന്ന് തോന്നുമ്പോൾ നമുക്കൊക്കെ എന്താണ് ഇവരെ കുറിച്ച് പറയാനുള്ളത്? യാതൊന്നും പറയാനില്ല. നിങ്ങളോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. എന്തായാലും ഈ തുടക്കം എന്ന് പറയുന്ന സിനിമയിലൂടെ ഈ വിസ്മയ എന്ന് പറയുന്ന പെൺകുട്ടി വളർന്നു വരട്ടെ. എല്ലാവിധ ആശംസകളും നേരുന്നു. അതുപോലെ തന്നെ ഇനി തുടർന്നുള്ള സിനിമാ ഫീൽഡിലാണെങ്കിലും അല്ലെങ്കിൽ വിസ്മയുടെ കരിയർ ആണെങ്കിലും വളരെ നല്ല രീതിയിൽ മുൻപോട്ട് പോകട്ടെ. എല്ലാവിധ ഭാവങ്ങളും നേർന്നുകൊണ്ട് നിർത്തുന്നു. ബൈ.